നജസ്സിന്റെ വിഷയ ആയതുള്ളി ഇനി ഇസാലത്തുൻ നജാസത്തി നജസ്സിനെ നീക്കം ചെയ്യൽ എങ്ങനെയാണ്ട് ശുദ്ധീകരണ ആക്കര എങ്ങനെയാണ്ട് ഇത്രത്തോളം നജസ്സിനെ വിഷയിച്ചൊന്നി കാരണം നിസ്കാരത്തെ ഷർത്തല്ലേ നജസ്സിൽ നിന്ന് ശുദ്ധിയാവണുണ്ട്. അപ്പോൾ ഇനി ആ നജസ്സിനെ തൊട്ട് എങ്ങനെ ശുദ്ധിയാവുറേണ്ട് ಅದಕ್ಕೆ മുന്നല്ലോ നജസ് എന്തിനുണ്ട് പഠിക്കണല്ലേ അതൈറ്റിക്കിട് ഇത്രത്തോളം വിശദീകരണമായി ഇനി ഐറ്റിക്കിട് നജസ്സിനെ നീക്കം ചെയ്ത് എങ്ങനെയാണ്ട് നജസ്സിനെ ശുദ്ധിയാക്കരെ രൂപ എങ്ങനെയാണ്ട് ലാ യതുഹുറു മിൻ ഐനി നജാസത്തി ഇല്ലാ സലാസ തടിയെ നജസ്സുള്ളത് വസ്തു നജസ്സുള്ളെങ്കത്തെ മൂന്നല്ലാണ്ട് വേറെ ഏതും ശുദ്ധിയാവില്ല. ലാ യതുഹുറു ശുദ്ധിയാവില്ല മിൻ ഐനി നജാസത്തി വസ്തുവെ നജസായത് ഇല്ല സലാസ മൂന്നല്ലാണ്ട്. അപ്പൊ ഈ മൂന്ന് വസ്തു അത് ശുദ്ധിയാവിടും നജസായെങ്കും പിന്നെ അത് ശുദ്ധിയാവിടും. അത് ഏതല്ലാണ്ട് നോക്കാം. ഒന്ന് അൽ ഹംറു കള്ള്. അപ്പൊ ഈ കള്ള് ഞങ്ങൾ ലാസ്റ്റ് ക്ലാസ്സിൽ വിശദീകരിച്ചിര പിന്നെ ഗൗരവമുള്ളെങ്കിൽ ഒരു നജസായിട്ടിക്കിട് കാരണം ഒന്നാമത്തത് നജസറുടെ ഒന്നാമതിന്റെ എണ്ണെങ്കിൽ ഒരു വിഷയിക്കിട് ഈ കള്ള്. അപ്പൊ ഈ കള്ള് അത് ചെറിയൊരു തുല്യായെങ്കിലും ശരി അത് നജസായിട്ടിക്കറ്. അപ്പൊ ഈ കള്ള് ശുദ്ധിയാവും എപ്പ ഇതാ തഹല്ലലത്ത് ബിനഫ്സിഹ സ്വയം അത് ശുർക്കായെങ്കിൽ. ചില കള്ള് അത് കുടിക്കുന്നതായിട്ട് ഉപയോഗിക്കരുത്, അത് കടുത്ത ഹറാമായിട്ടിക്കരുത്, അത് നജസുമായിട്ടിക്കരുത്. ആ കല്ല് ഒരു പാത്രത്തിൽ ഒരിടത്തിൽ വെച്ചിട്ട് കുറേ നാൾ കഴിഞ്ഞാൽ പിന്നെ സ്വയം നോക്കുമ്പോഴത്തേക്കും അതിൽ ശുദ്ധിയായിട്ടുണ്ട്, സുർക്കായിട്ടുണ്ടത്. കല്ലുടെ ആ അവസ്ഥ പോയിട്ട് അതിൽ നൊരമ പതപ്പ എന്തും ഇല്ല, എല്ലാം ഒരു സുർക്ക അതിന് അവസ്ഥക്ക് അതായിപ്പോയിരും എന്നുണ്ടെങ്കിൽ ആ കല്ല് അവിടെ നജസ്സൊരവസ്ഥ പോയിട്ട് അത് ശുദ്ധിയായിട്ട് അവിടെ. ആ കല്ല് ശുദ്ധിയാകുമ്പോഴത്തേക്ക് ആ ഭീത്തിയെ കല്ല് ഭീത്തിയെ എട നജസാവുറ ഇല്ല. ആ കല്ല് ശുദ്ധിയാകുമ്പോഴത്തേക്കും ആ ഇടം അവിടെ ശുദ്ധിയാവും. പിന്നെ ആ ഇടത്തെ രണ്ടാമത് കൽകി എടുക്കൊണ്ടില്ല. നേരെ മറിച്ചിട്ട് ആ കള്ളുടെ സുർക്കാക്കിടെ വേറെന്തും വസ്തു ഇട്ടിട്ടുണ്ടായെങ്കിൽ കെമിക്കല ഇല്ലാണ്ടെങ്കിൽ മണ്ണ ഇതുപോലത്തത് ഇട്ടുണ്ടായെങ്കിൽ അത് ഒരിക്കലും ശുദ്ധിയാവില്ല. അതുവേ സ്വയം ശുദ്ധിയാവണം. വേറെ എന്തും വസ്തു അതിൽ ചേർക്കാണ്ട് ഒരേ നാല് കഴിഞ്ഞാൽ പിന്നെ അതിലെ കള്ളുടെ അവസ്ഥ പോയിട്ട് അത് സുർക്കായിട്ട് എന്നുണ്ടെങ്കിൽ അത് അവിടെ ശുദ്ധിയായിട്ട്. വേറെന്തും വസ്തു അതിൽ കലർത്തിയുണ്ടായെങ്കിൽ കലർത്തിയിട്ട് അതിരവസ്ഥ പോയെങ്കിലും കള്ളുടെ അവസ്ഥ പോയുണ്ടായെങ്കിലും നജസ് അവിടെ അത് ബാക്കിയാവും, അത് നജസായിട്ടിക്കരുത്. ചൊന്നെങ്കിൽ സ്വയം അത് സുർക്കാവും. ഒന്ന് ഇത്. രണ്ടാമത്തത് ഒജൽദുൽ മൈത്തത്തി നായി പന്നി അല്ലാത്ത ജീവിയുടെ ചത്ത ജീവിയുടെ തോൽ. അർത്ഥജീവിന്റെ പിന്നെ ചൊല്ലോണ്ടില്ലല്ലോ, അത് ശുദ്ധിയല്ലേ അർത്ഥശുദ്ധിര്. ഇനി ചത്ത ജീവി സാധാരണ ചെറുപ്പാക്കണുകും അതേപോലെ ബാഗ് ആക്കണകല്ല ലെതറിന്റെ ബാഗ് ആക്കണകല്ല തോൽ ഉപയോഗിക്കരുത്. ചിലപ്പോൾ ഈ ചത്ത ജീവിരും ഉപയോഗിക്കരുത്. ആ ചത്ത ജീവിയുടെ തോലു ഇതാ ദുബിഹ അത് ഊറക്കിട്ടുണ്ടെങ്കിൽ അതിൽ ഉപ്പില്ല തന്നെ എന്താ ഇട്ടിട്ട് അതിൽ ശുദ്ധീകരണം ആക്കരുത്, അതൊരു ഏർപ്പാടുണ്ട്. അങ്ങനെ ഇട്ടിട്ട് ശുദ്ധിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധിയായിട്ടുണ്ടെങ്കിൽ അതിൽ യൂസ് ആക്കാം. അപ്പൊ നജസ് ചൊല്ലെങ്കിത്ത അവസ്ഥ അതിർത്ത് പോയിട്ട് കാരണം ചത്തജീവിയുടെ തോല് നജസ്സല്ലേ. അപ്പൊ ഈ അതിൽ ഊറക്കിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധിയാവുടൂ. മൂന്നാമത്തേത് ഒമാ സ്വാറ ഹയവാനൻ ജീവി ആയി തീർന്നേ വന്നു. ഏതെങ്കിലും ഒരു നജസായ വസ്തു ഇല്ലെങ്കിൽ ചത്ത ചക അതിൽ വന്ന് ഉണ്ടായെങ്കിത്തെ ജീവി ഏതുപോലെ കദൂതി തവല്ലദ് മിൻ മൈത്തത്തിൻ ശവ ചകത്തിൽ നിന്ന് ഉണ്ടാവുന്നെങ്കിത്തെ പുലു ചവ പിന്നെ ചക ഏതായാലും നജസല്ലേ, ആ നജസിൽ പുലുവായിട്ട് എന്നെങ്കിൽ ആ പുലു നജസല്ലാണ്ട് ആ പുലു ശുദ്ധിയായത്. അത് ഉണ്ടായത് നജസായ ഒരു വസ്തുവിൽ നിന്നായെങ്കും ആ പുലു നജസല്ല, അത് ശുദ്ധിയുള്ളത്. അപ്പോൾ മൂന്ന് ചൊന്തു സ്വയം ശുദ്ധിയായി
ആ ഒരു അങ്കത്തെ നജസായ വസ്തു അത് ശുദ്ധിയുണ്ട്. ഒന്ന് കള്ള് സ്വയം ശുർക്കാവണത്, രണ്ടാമത്തത് പിന്നെ ചത്ത ജീവിയുടെ തോലും പിന്നെ ഊറക്കിട്ടിടാകുമ്പോഴത്തേക്ക് ശുദ്ധീകരണമാവും അത്, മൂന്നാമത്തത് ചത്ത ജീവിൽ നിന്ന് ഉണ്ടാവുടെങ്കിത്തെ പുലു. ഇത് മൂന്നും പിന്നെ ശുദ്ധി ആവുടെങ്കിത്തെ വസ്തുവായിട്ടിരിക്കും. ഇനി വൽ മധുബൂഹു, ഈ ഊറക്കിട്ടത് ചത്ത തോലിൽ നിങ്ങൾ ഊറക്കിട്ടിട്ട് ചൊന്ന ഉപ്പുള്ള തണ്ണിയിൽ എന്താ ഇട്ടിട്ട് ഒരു പ്രത്യേക ഒരു ഏർപ്പാടുണ്ട്. അത് ആക്കിയിട്ടെങ്കിലും അത് കൽ മുത്തനജിസിനെ പോലെ ഇട്ടിക്കുന്നത് ചൊന്നെങ്കിൽ പല ബുദ്ധമിൻ ഗസ്ലിഹി അതിൽ കൽഗുണുക അനിവാര്യമായിട്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു വസ്തു ഇപ്പം നിങ്ങളെ ഡ്രസ്സിൽ പിന്നെ നജസായത് പോലെ നജസായ മുത്തനജിസായത് പിന്നെ അതിൽ കൽഗുണം അതേപോലെ ഒരു തോലിൽ ആ സംവിധാനത്തിൽ എല്ലാം പിന്നെ ഊറക്കിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നല്ല തന്നിൽ അതിൽ കൽകിട്ട് എടുക്കണോണ്ട്. അപ്പൊ ഈ മൂന്നും സ്വയം ശുദ്ധിയാവൃതായിട്ടിരിക്കരുത്. കാരണം ഇതിലെല്ലാം നിങ്ങൾ വേറെ വസ്തു കൊണ്ട് ശുദ്ധി ആക്കിയതല്ല, അതുവേ ശുദ്ധി ആയത്. ഇനി നിങ്ങൾ ശുദ്ധി ആക്കരുത്, ഇനി വിശദീകരിക്കരുത്. നിങ്ങൾ ഇനി ശുദ്ധി ആക്കുന്നുകയത് എങ്ങനെയായിട്ട് മേൽ ചൊന്നത് സ്വയം ശുദ്ധി ആയത് കല്ല് ഞങ്ങൾ ശുദ്ധിയാക്കടല്ലത് അതുവേ ശുദ്ധിയാവിടെ. ഇനി ചൊല്ലി വിഷയ ഞങ്ങൾ ശുദ്ധി ആക്കരുത്. വൻ നജാസത്തു സലാസത്തു അഖ്സാമിൻ, നജസ് 3 വിധമുണ്ട്. നജസ് 3 തരത്തിലുണ്ട്. ഒന്ന് മുഗല്ലലത്തുൻ, മുഗല്ലലായ നജസ് ചെന്നെങ്കിൽ തെല്ല് ഗൗരവമില്ലെങ്കിൽ നജസ്. അപ്പോൾ മുഖഫഫത്തുൻ, രണ്ടാമത്തേത് മുഖഫഫ, തെല്ല് ലഘുവായിട്ടുള്ള എങ്കിത്തത് അത്ര ഗൗരവം എന്തുമില്ല, പിന്നെ മുഗല്ലലയുടെ ഓപ്പോസിറ്റ്. മൂന്നാമത്തേത് മുത്തവസ്സിത, മധ്യമ മീഡിയം ഉള്ളത്, പിന്നെ ഗൗരവുള്ള നജസും ലഘുവായ നജസിനെ ഇടയിലുള്ളത്. അങ്ങനെ 3 തരത്തിൽ നജസിനെ വിഭാഗാക്കരുത്, 3 തരാക്കരുത്. ഇനി ഫമാ തനജ്ജസ് ബിൽ മുഗല്ലലായ നജസ് കൊണ്ടു നജസായത്, മുഗല്ലല കൊണ്ട് നജസായ ഒരു വസ്തു. വഹുവ മുഗല്ലലായ നജസ് ചെന്നിട്ടെങ്കിൽ അൽ കൽബ് വൽ ഖിൻസീറു വഫറഉഹുമ, നായി പന്നി, ഈ നായി പന്നിയിൽ ഉണ്ടായെങ്കിത്തെ ജീവിങ്ങ അത്. ഇതിന് ശുദ്ധിയാക്കടെ എങ്ങനെ? ഇപ്പൊ നായി പന്നി ഇല്ലെങ്കിൽ നായി പന്നി മുഖേന ഉണ്ടായെങ്കിത്തെ ജീവി. അപ്പൊ ഇതിൽ നിന്ന് ശുദ്ധിയാവുന്ന രൂപ എങ്ങനെയുണ്ട്? ഇത് ലാ യത്ഹുറു ഇല്ലാ ബിസബഇ ഗസലാത്തിൻ, 7 വട്ട കൽകളല്ലാണ്ട് ഇത് ശുദ്ധിയാവില്ല. ലാ യത്ഹുറു ശുദ്ധിയാവില്ല ഇല്ലാ ബിസബഇ ഗസലാത്തിൻ, 7 കൽകളല്ലാണ്ട്. അപ്പൊ നായ പന്നിയ പിന്നെ ഏതെങ്കിലും ഒരു ജാഗില് അതിൽ നജസ് ആയിട്ടുണ്ടെങ്കിൽ 7 വട്ട കൽക്കണം. അതും ഇഹ്ദാഹുന്ന ബിത്തുറാബിൻ തഹൂരിൻ, ആ 7 ഒരു വട്ട നല്ല ശുദ്ധിയുള്ളെങ്കത്തെ മണ്ണ് മംസൂജും ബിൽമായി തന്നിൽ കലർത്തിട്ട്. അപ്പൊ ഒരു തന്നി മണ്ണിട് തന്നെ ഏറ്റിക്കണം. അതിപ്പോ മണ്ണിട് തന്നെ ചിലപ്പോ അങ്ങനെ ബക്കറ്റ് തന്നെ വീതിയിലായിരിക്കും മണ്ണിട്ടിട്ട് കലർന്നെങ്കും ആവും. അല്ലാണ്ടെങ്കിൽ ഇപ്പൊ മഴക്കാലല്ലേ, മഴക്കാലത്തിൽ തന്നെ ഒഴുകി വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ മണ്ണ് കലർന്നിട്ട് കലങ്ക് തന്നെ വേണ്ട, അതും മെയ്യാവും. ഇല്ലാണ്ടെങ്കിൽ സാധാരണ തോട് പോലത്തെ തന്നെ നിന്റെ ജാഗലാം ഒരു ചവിട്ടിട്ടാകുമ്പോഴത്തേക്ക് പിന്നെ പൊടിയല മേൽ വന്നിട്ട് കലങ്ക് തന്നെയാവും, ആ തന്നെയെങ്കും മെയ്യാവും. പിന്നെ മണ്ണ് കൊടുന്നിട്ട് ബക്കറ്റ് കിട്ടിട്ട് കലർത്തണിട്ടൊന്നും ഇല്ല, മണ്ണിട് തന്നെയും കയറ്റ്. ആ തന്നെ ഒരു വട്ടം മണ്ണിട് തന്നെ ഒന്നും, അതേപോലെ ബാക്കി ശുദ്ധിയുള്ള എനിക്കത്ത് 6 തന്നെ. അങ്ങനെ ടോട്ടൽ 7 വട്ട കലക്കണോ, 7 1 മണ്ണിട് തന്നെ. അപ്പൊ 6 + 1. അപ്പൊ ഇത് മണ്ണിട് തന്നെ എപ്പോ വേണം കൽക്കാം, എപ്പോ വേണം ഫസ്റ്റ് ഗിര ലാസ്റ്റ് ഗിര നടുക്കൂടി എപ്പോ വേണം ഇടാ. വൽ ഔല എങ്ങനെങ്കിലും നല്ല ഏറ്റവും നല്ലത് കൗനുഫിൽ ഊല ഫസ്റ്റ് കാടുതായിട്ട് നല്ല. അപ്പൊ ഈ 7 ഉറക്ക മണ്ണിട് തന്നെ കൊണ്ട് കൽക്കണോണ്ട് ചൊന്തല്ലേ, അത് എപ്പോ വേണമെങ്കിലും ആ മണ്ണിട് തന്നെ കൊണ്ട് ശുദ്ധിയാക്കാം. നല്ല അത് ഫസ്റ്റ് കാടുതായിട്ട് നല്ല. ഇനിയിപ്പ 7 വട്ട മണ്ണിട് തന്നെ കൊണ്ടേ കളിക്കണ്ടെങ്കിലും ಅದಕ್ಕೆ വിരോധം തീയില്ല. ഒരു വട്ടെങ്കിലും ആവണുണ്ട് മണ്ണിട് തന്നെ ഒരെണ്ണെങ്കിൽ വേണുണ്ട്. ഇനി ഒരാളിപ്പ 7 വട്ടം മണ്ണിട് തന്നെ സാധാരണ ഇപ്പൊ മഴക്കാലത്ത് ഇപ്പൊ കലങ്ക തന്നെയെങ്കിലും ಅದಕ್ಕೆ വിരോധം ഇല്ല. അപ്പൊ 7 വട്ടം മണ്ണിട് തന്നെ കൊണ്ടേ ശുദ്ധിയാവുന്നുണ്ട്, പിന്നെ ശുദ്ധിയാക്കാം. ഇനി വലാ യുഅ്തബറുൽ അദദു ഇല്ലാ ബഅദ സവാലി ഐനി നജാസ,
ഈ 7 വട്ട ചൊല്ലെങ്കിത്തെ ഈ കണക്ക് അതിന് നിങ്ങൾ കണക്ക് കൂട്ടുന്നുണ്ടെങ്കിൽ അതിന് പരിഗണിക്കുന്നുണ്ടെങ്കിൽ ഇല്ല ബഅദ സവാലി ഐനി നജസ അവിടെ ഐനിൻ നജസ് അവിടെ നജസിൽ വസ്തു നീക്കം ചെയ്യൽ പിന്നെ ഇറ്റിക്കൽ ആ നജസ് അവിടെ പോയൽ പിന്നെ ഇറ്റിക്കൽ കണക്ക് കൂട്ടറ് ചെന്നെങ്കിൽ ഉദാഹരണക്ക് ഇപ്പം നായ ഇല്ലെങ്കിൽ അതുപോലത്തെ നായ പന്നിയ അതിരെ മൂത്ര ബീത്തിത്ത് ഇല്ലുണ്ടെങ്കിൽ അത് പിന്നെ കാഷ്ടിച്ചിട്ട് എന്നുണ്ടെങ്കിൽ അത് മൂത്ര അവിടെ പോകണം മൂത്ര ഫുള്ളായിട്ട് ശുദ്ധിയാവണം അതേപോലെ കാഷ്ട ഫുള്ളായിട്ട് ശുദ്ധിയായാൽ പിന്നമേ അതിൽ ഒന്നുകൊണ്ട് കണക്കൂട്ടറേ ആ നജസിരെ തടി അവിടെ പോയാൽ പിന്നെ അത് ഒന്നുകൊണ്ട് കണക്കൂട്ടർ അവിടെ പിന്നെ ബാക്കി നിങ്ങൾ 6 വട്ട കളിക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയത്തിക്കറ് ഉറപ്പൊക്കെ നായി മൂത്ര ബീത്തിണ്ടെങ്കിൽ അതിരെ മേലോട്ട് പിന്നെ 7 വട്ട ഒർക്ക മണ്ണും പിന്നെ 7 വട്ട തന്നി ബീത്തെങ്കിൽ മെയ്യാവില്ല ആ ഫസ്റ്റ് നിങ്ങൾ അതിൽ മൂത്ര അതിൽ കൽകിയിട്ടെടുക്കണം അത് കൽകി പോയാൽ പിന്നെ അതിൽ ഒന്നുകൊണ്ട് കണക്കൂട്ടറ് ബാക്കി പിന്നെയും അത് പോയാൽ പിന്നെ 6 വട്ട കൽക്കണം അതിൽ 7 മണ്ണെടുത്ത് തന്നെ ഏറ്റിക്കൊണ്ടുണ്ട് ആ മൂത്രമ ഇല്ലെങ്കിൽ അതിരെ കാഷ്ടം അത് പോകേണ്ടടുത്തോലെ കളിക്കണം ചിലപ്പോൾ 10 വട്ട കളിക്കിടെ ഏറ്റിക്കൂ 10 വട്ട കളിക്കിട്ടാകുമ്പോഴത്തേക്ക് ഏറ്റിക്കിട്ട് അതിട്ട് പോകണ്ടേ എന്തെങ്കിലും ശരി ഈ 10 വട്ട കളിക്കിയതിൽ വർക്കായിട്ട് കണക്കൂട്ടറേ ഇവിടെ ഒന്നായിട്ട് കണക്കൂട്ടറേ കാരണം നജസ് അവിടെ ബാക്കി അവനക്ക് തീരാ അത് എത്ര തന്നി ബീത്തിട്ടാകുമ്പോഴത്തേക്ക് പോകണ്ടേ അത്രത്തോളം തന്നി ബീത്തണോ അതിൽ വർക്കായിട്ട് കണക്കൂട്ടറോ ബാക്കി 6 വട്ട കളിക്കണോണ്ട് വിശദീകരിച്ച് ഇനി അൽ കസീരി കെട്ടി നിൽക്കണമെങ്കത്തെ തന്നി ചൊമ്മ തന്നെ ഉണ്ടു ജണ്ടുകൊല്ലത്തേൻ്റെ ജാസ്തി ഉണ്ടു വലിയൊരു കെര ഇല്ലുണ്ടെങ്കിൽ ഹൗദു ഇല്ലെങ്കിൽ കെന ഇതുപോലത്തുണ്ടെങ്കിൽ ശുദ്ധീകരണം ഉണ്ടെങ്കിൽ അവിടെ മെയ്യാവും തഹരീഖുഹു സിത്തൻ 6 വട്ട അപ്പരിപ്പര കൈരെ അണക്കിണ്ടെങ്കിൽ മെയ്യാവും അപ്പോൾ ഒരു പിന്നെ ഹൗദ് ചൊമ്മ തന്നെ ഉണ്ടു അപ്പം നജസ്സെല്ലാം പോയാൽ പിന്നെ അത് ശുദ്ധിയായാൽ പിന്നെ ഓർക്ക് മുക്കലോട് കൂടെ അത് ഒന്നായിട്ട് കണക്ക് കൂട്ടും പിന്നെ 6 വട്ട അപ്പരിപ്പറ കൈര് നടത്തിണ്ടെങ്കിൽ മെയ്യോ കൈ പോലത്തെ ഏത് പിന്നെ എവിടെ ആയിര് അവിടെ വഫിൽ ജാരി ഇനി ഒൽഗുട തന്നെ ഉണ്ടെങ്കിൽ പോലത്തത് തോട് പോലത്തത് ഒൽഗുട തന്നെയല്ലേ അതുപോലത്തത് അവിടെ മെയ്യാവും 7 ജറായാത്തിൻ അലിഹി അതിരെ മേൽ 7 വട്ട തന്നി കടന്നിട്ടുണ്ടെങ്കിൽ മെയ്യും കാരണം ഉറപ്പൊക്കെ നിങ്ങൾ കയ്യിൽ പായുണ്ടെങ്കിൽ കൈ അവിടെ വെച്ച മെയ്യോ എന്നിട്ട് കൈയുടെ മേൽ പിന്നെ 7 വട്ടം തന്നി പാസ്സായിട്ടുണ്ടെങ്കിൽ മെയ്യോ എന്നുണ്ടെങ്കിൽ അത് അവിടെ ശുദ്ധിയാവിടും ഉറക്ക മണ്ണെടുത്താവുന്നുണ്ട് ബാക്കി ഇപ്പം മണ്ണെടുത്ത് തന്നെ ഉണ്ടെങ്കിൽ പിന്നെ വിഷയമല്ലല്ലേ അതേപോലെ ഇപ്പോൾ പൈപ്പിൽ തന്നി കാട്ടറുണ്ടെങ്കിലും അവിടെ 7 തന്നി പോകുന്നെങ്കിൽ മെയ്യോ അവിടെ 7 വട്ട പുതിയ തന്നെയായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നില്ലേ വേറെ തന്നെ വേണ്ടല്ലേ അങ്ങനെ 7 വട്ടം അത് അങ്ങനെ പോകുന്നെങ്കിൽ മെയ്യോ അതേപോലെ ടാപ്പിൽ കളിക്കിടെങ്കും അതേപോലെ മെയ്യും വല തത്രീബ ഫി അർളി തുറാബിയ മണ്ണുള്ളെങ്കത്തെ ഭൂമിക്ക് അവിടെ മണ്ണ് കലർത്തിട്ട് തന്നി ബീത്തോണ്ടൊന്നും ഇല്ല ഇപ്പൊ സാധാരണ ഔത്തര തിട്ട ഇല്ല ഔത്തര ജാൽ ഇപ്പൊ ഇന്റർലോക്കും അതുപോലെ തിറ്റക്ക് ടൈൽസ് എല്ലാം ഇട്ട് തിട്ടെങ്കിൽ മാത്രം അപ്പൊ ഇത് ഇവിടേക്ക് ഇതേപോലെ ശുദ്ധീകരണം ആക്കണം 7 വട്ടം ഒക്കെ മണ്ണെടു തന്നിയും അതേപോലെ ഒർക്ക പിന്നെ 6 വട്ട തന്നി കൊണ്ടിട്ട് ശുദ്ധീകരണം ആക്കണം അവിടെ അല്ല ഇപ്പൊ എല്ലാരും ചിലപ്പോ ജാല് മണ്ണെട് ജാലായിട്ടിക്കോ ഇല്ലെങ്കിൽ മണ്ണെട് തിറ്റായിട്ടിക്കോ അവിടെ മണ്ണെട് തന്നി ബീത്തൊണ്ടു ഇല്ല 7 വട്ട കാലി തന്നി മാത്രം ബീത്തെങ്കിൽ മെയ്യോ അതായിട്ട് ചൊല്ലേ ഒല തത്രീബ മണ്ണ് കലർത്തിയ തന്നി പേനുണ്ടില്ല ഫി അർളി തുറാബിയ മണ്ണുള്ളെങ്കത്തെ ഭൂമിയല്ല മണ്ണായ ഭൂമി ചെന്നെങ്കിൽ ഇപ്പം അവിടെ നിലവിൽ ഇപ്പം അവിടെ മണ്ണ് കണ്ടുകൊണ്ടുണ്ടോ അവിടെ ജാഗായിട്ട് അവിടെ പിന്നെ നായ ചവിട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് പിന്നെ പന്നിയെ ചവിട്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അതിൽ എന്തെങ്കിലും തടി കൊണ്ടുണ്ടായെങ്കിൽ അതിൽ നജസ് മൂത്രമ തടിയുന്നുണ്ടെങ്കിൽ അതിൽ നീക്കി കളയണം പിന്നെ അവിടെ ബാക്കി അവിടെ മണ്ണിട് തന്നെ വേണ്ടാണ്ട് ബാക്കി ജാഗയിൽ ശുദ്ധിയാക്കുമ്പോഴത്തേക്കും 1 വട്ടം മണ്ണിട് തന്നെ വേണോ ഇവിടെ ഭൂമിയെ മണ്ണുണ്ടെങ്കിൽ അവിടെ ശുദ്ധീകരണം ആക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ മണ്ണിട് തന്നെ വേണ്ട 7 വട്ട തന്നിമയോ സാധാ തന്നിമയോ അപ്പൊ ഇനി മുഗല്ലലായ നജസ് എങ്ങനെ ശുദ്ധീകരണം ഗൊന്തൈത്ത് ഇനി രണ്ടാമത്തേത് ഒമാ തനജസ് ബിൽ മുഖഫഫായ നജസ് ചെന്നുണ്ടെങ്കിൽ വഹുവ ബൗലു സ്വബിയി ലം ജബുലുൽ ഹൗലൈൻ 2 വർഷം പൂർത്തിയാവാത്ത ആനക്കിടവുടെ മൂത്ര ഇപ്പൊ 2 വർഷം പൂർത്തിയാവാത്ത ആനക്കിടവുടെ മൂത്ര ആ ആനക്കിടാവു ലം യത്ഉം ഗിദാഅൻ ഇല്ലല്ലബന പാല് അല്ലാത്ത ഒരു ആഹാരം അത് ഭക്ഷിച്ചിട്ടില്ല
ഇപ്പോൾ ഉദാഹരണക്ക് ഇപ്പം തേന ഇല്ലുണ്ടെങ്കിൽ സംസം ബർക്കത്ത് വേനായിട്ട് കൊടുക്കൂടാ, അതേപോലെ മരുന്ന് കൊടുക്കൂടാ. ഇതെന്തും കൂടെ കണക്ക് കൂട്ടില്ലേ. ഇതെല്ലാം കിടവിടെ ആഹാരമല്ലേ, ഇതെല്ലാം മരുന്ന് ചികിത്സയ്ക്ക് വേനായിട്ടല്ലേ. ഇത് വിഷയമില്ല. പിന്നെ ഇതല്ലാണ്ട് ആഹാരമായിട്ട് മുലപ്പാൽ അല്ലാണ്ട് വേറൊന്നും ആ കിടാവുക കൊടുത്തിട്ടില്ല. ഇനി മരുന്ന് കൊടുത്തെങ്കിലും ശരി, പിന്നെ ബർക്കത്ത് വേനായിട്ട് പിന്നെ ഈത്തപ്പലമ സംസമ ഇതുപോലത്തെ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് വിഷയമല്ല. അങ്ങനത്തെ ആണിക്കിടാവിടെ 2 വർഷം പൂർത്തിയാവാത്ത ആണിക്കിടാവിടെ മൂത്രം ഇതൊക്കെ ചൊല്ലെങ്കിൽ ലഘുവായ നജസീന് ചൊല്ലിക്ക് ഊടെ അതിന് ശുദ്ധിയാക്കണു യത്ഹുറു ബിറഷിമായി അലൈഹി അതിന് മേല് തന്നി ഒന്ന് കുടഞ്ഞുണ്ടെങ്കിലും അയ്യോ ബിഹൈതു യഉമുഹു വയഗ്ലിബുഹു അത് ഫുള്ളായിട്ട് എത്തണം. അതേപോലെ ആ മൂത്രത്തെ ജാസ്തി തന്നി വേണം. ഉദാഹരണക്ക് ഇപ്പം ഒരക്കൊണ്ട മൂത്രം ഒരക്കൊണ്ട എന്തിക്കില്ല, 1 ടീസ്പൂൺ എടുത്ത മൂത്രം ഉണ്ടായെങ്കിൽ 1 ടീസ്പൂൺ ആയിട്ട് ജാസ്തി തന്നി അതിന് മേല് ബീത്തണോണ്ട്. ഉദാഹരണക്ക് ഇപ്പോൾ ഒരു നിലത്തിലേക്കിടാവും അങ്ങനത്തെ കിടാവും മൂത്രം ബീത്തിത്ത് അവിടെ മൂത്രമുണ്ട്, അതിന് മേൽ കൊടുത്തിട്ട് തന്നി ബീത്തരല്ല എന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് അവിടെ നജസായിട്ട് അങ്ങനല്ല. അതിനെ പിന്നെ തുണിയിൽ പുഴുങ്ങി എടുത്തിട്ട് ബാക്കി അവിടെ പിന്നെ ബാക്കി അതിന് മേലേക്ക് ഒന്ന് തന്നെയൊന്ന് കുടഞ്ഞിട്ടുണ്ടെങ്കിൽ മെയ്യാവും. അതേപോലെ ചട്ട ഇപ്പം മൂത്ര ബീത്തി ഉണ്ടെങ്കിൽ അങ്ങനത്തെ ആക്കിടാവും ആണിക്കിടാവും 2 വർഷം പൂർത്തിയാവാത്ത മുലപ്പാലല്ലാണ്ട് വേറെ എന്തും ഇതാക്കിയിട്ടില്ല. ആ കിടാവ് മാത്തു പിന്നെ ഡ്രസ്സിലാണ് മൂത്ര ബീത്തി ഉണ്ടെങ്കിൽ ആ ഡ്രസ്സിൽ ഫസ്റ്റ് അതിനെ അംശം പുഴിഞ്ഞിട്ട് എടുക്കണം. ആ മൂത്രത്തെ തന്നിൽ പുഴിഞ്ഞിട്ട് എടുക്കണം. അതിന് മേൽകയല്ല പുഴിഞ്ഞെടുത്താൽ പിന്നെ ഇനി തന്നി മാത്രം ഇത്തില്ലുണ്ടെങ്കിൽ ഇനി ചണ്ടി മാത്രമില്ലേ എന്നെങ്കിൽ അവിടെ തന്നി കുടഞ്ഞിട്ടുണ്ടെങ്കിൽ മെയ്യാവും. ആ മൂത്രത്തിൻ്റെ ജാസ്തി തന്നി കുടഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടെ ശുദ്ധിയാവിടും. പിന്നെ അവിടെ ചിലപ്പോൾ ഒരു ചോദ്യം പറയും, അതിൻ്റെ ആണിക്കിടാവ് മാത്രം പെണ്ണിക്കിടാവുക എന്തേ ഇല്ലേട്ട്, ആണും പെണ്ണും ഒന്നേ അല്ലേട്ട് അല്ല. സാധാരണ പെണ്ണിക്കിടാവുടെ മൂത്ര അത് പാല് മാത്രം കുടിച്ചത് പെണ്ണാവട്ടും അതല്ലാത്തതുമാവട്ടെ ഏതും അത് കിടവാവട്ടും അതേപോലെ വലിയ പെണ്ണിങ് ആവട്ടും അങ്ങനെ മൂത്ര അത് സമാനായിട്ട് കിട്. ആണിക്കിടാവുടെ മൂത്രം ഉണ്ടായെങ്കിൽ പാല് മാത്രം ഭക്ഷിച്ചെങ്കിൽ ആണിക്കിടാവ് മൂത്രം ഉണ്ടായെങ്കിൽ ഇത് നല്ല തന്നെയുമായിട്ട് ഏതെങ്കിലും ഒരു അടുപ്പിക്കർ ചെന്നുണ്ടെങ്കിൽ നല്ല തന്നെയും ഇതും ചെറിയൊരു ഡിഫറൻസ് മാത്രം ഇക്കരേ അതുകൊണ്ടായിട്ടിക്കരുത്. ഇത് അല്ലാഹു തആല അങ്ങനെ സൃഷ്ടിച്ചത് കൊണ്ടായിട്ടിക്കരുത്. ആണിക്കിടവിടെയും പെണ്ണുകിടവിടെയും മൂത്രം നോക്കുന്നുണ്ടെങ്കിൽ കെമിക്കലുമായി നോക്കുമ്പോഴത്തേക്കും അതിൽ വ്യത്യാസമുണ്ട്. അല്ലാഹു തആല പിന്നെ ആണും പെണ്ണുക്കും ഏതായാലും വ്യത്യാസം ഉണ്ടല്ലേ. ചില വാദിക്കർ ഫെമിനിസ്റ്റുമാർ അങ്ങനത്തെ റോഗലങ്ങ് വാദിക്കർ അതെങ്ങനെ ആണും പെണ്ണ് പിന്നെ ഒന്നേ അല്ലേ സമത്വമേ അല്ലേ. അത് ഖുർആനിൽ അല്ലാഹു തആല ചൊന്നറല്ലേ വലൈസ ദക്കറു കൽ ഉൻസ, ആണും പിന്നെ ഇത് ആണ് പെണ്ണിടെ പോലെ അല്ലല്ലേ ചെന്നുണ്ടെങ്കിൽ പെണ്ണിടാണ്ട് ജാസ്തി ആണുക്ക് മഹത്വം ഉണ്ടോ ചുള്ള അർത്ഥത്തിലല്ല. ചെന്നെങ്കിൽ ആണ് പെണ്ണിടെ പോലല്ല. പിന്നെ ചിലപ്പോൾ പ്രസവ ഹൈദ് ഇതെല്ലാം സ്പെഷ്യൽ ഉള്ളത് അത് പെണ്ണ് കയറ്റിക്കരുത് ആണുകില്ല. അതുപോലെ ആണുകളെങ്കിൽ ഇത് സ്പെഷ്യൽ ചിലപ്പോൾ പെണ്ണുകിക്കല അതുകൊണ്ട് കയറ്റിക്കരുത്. സൃഷ്ടിപ്പിൽ അല്ലാഹു തആല വ്യത്യാസം ആക്കിറാണ്ട് അതിനർത്ഥം പെണ്ണ് മോശ എന്നല്ല. അങ്ങനെ രണ്ടാലും ഒരേപോലെമേ ചില വിഷയത്തിൽ അല്ലാഹു തആല സൃഷ്ടിപ്പിൽ വ്യത്യാസം ഉണ്ടോണ്ട്. അപ്പോൾ അവിടെ ചെന്ന വിഷയം ആണിക്കിടാവിടെ മാത്രം പെണ്ണിക്കിടാവിടെ അല്ല. ആണിക്കിടാവു 2 വർഷം പൂർത്തിയാവാത്ത മുലപ്പാല് മാത്രം കുടിച്ചെങ്കത്തെ ആ കിടാവിടെ മൂത്തറ അതിരെ മേല് തൊന്നി കുടഞ്ഞിട്ടുണ്ടെങ്കിൽ മെയ്യാവും. ഈ നജസ്ക്ക് ചൊല്ല് മുഖഫഫായ നജസ് ലഘുവായ നജസിന്റെ ചൊല്ല്. അപ്പൊ 2 നജസിന്റെ വിശദീകരണമായിട്ട് ഒന്ന് നായി പന്നി പോലത്തത്, പിന്നൊന്നു കിടാവിടെ മൂത്ര ആണിക്കിടാവിടെ 2 വർഷം പൂർത്തിയാവാത്ത കിടാവിടെ മൂത്ര. ഇനി മൂന്നാമത്തേത് വമാ തനജ്ജസ ബിൽ മുതവസ്സിത ചെന്നെങ്കിൽ 2 അല്ലാത്തത് വഹുവ ഗൈറുൽ മുഗല്ലല വൽ മുഖഫഫി മുഗല്ലല നജസ് മുഖഫഫ നജസ് ആണിക്കിടാവിടെ മൂത്രം അതുപോലെ നായി പന്നി പോലത്തെ ഈ നജസ് അല്ലാത്തതായിട്ട് ബാക്കി എല്ലാ നജസും അയക്ക് മുതവസ്സിതായ നജസ് ചൊല്ലി. ഇൻകാന ഹുക്കുമിയത്തൻ ലാ തുദ്റക ബിഇഹ്ദൽ ഹവാസി അത് ഹുക്കുമിയായ നജസ് ചെന്നെങ്കിൽ ലാ തുദ്റക ബിഇഹ്ദൽ ഹവാസി പഞ്ചേന്ദ്രിയ കൊണ്ടോ അതിൽ എത്തിക്കൊണുക ആവില്ല. പഞ്ചേന്ദ്രിയ കണ്ണുകളും കാണില്ല, പിന്നെ അതിരെ തൊടണും കിട്ടില്ല, പിന്നെ രുചിച്ചറിവുമില്ല, മനത്തറിവുമില്ല, ഏതും കൊണ്ടും അത് കൊണ്ടാവില്ല. ഏതുപോലെ കബൗലിൽ ജഫ വണങ്ങിയ മൂത്ര പോലെ വണങ്ങിയ മൂത്ര അത് കണ്ണ് മൂത്ര കണ്ടുമില്ല, അതൊക്കെ രുചിയുമില്ല, എന്തുമില്ല എന്നെങ്കിൽ അതേപോലെ ഒലം തുതുറക്ക് ലഹു സിഫത്തിന് ഒരു വിശേഷണം അതിൽ നിന്ന് കണ്ടോണ്ടുമില്ല, തൊട്ടിടും കൊന്താവില്ല, മണവും ഇല്ല, അതേപോലെ കാണ്ടും ഇല്ല, രുചിച്ചറിവില്ല, എന്തുമില്ല ഉണ്ടായെങ്കിൽ കഫാ ജരിയുൽ മായി അലഹി മറത്തൻ ഉറക്ക അതിന് മേലെ തന്നെ ഇങ്ങനെ ബീത്തിണ്ടെങ്കിലും മെയ്യാവും.
അങ്ങനത്തെ ജാഗ ഉണ്ടായെങ്കിൽ ഒർക്ക അതിന് മേൽ തന്നി ബീത്തിയെങ്കിൽ മിയാവും. ഇനി വൈൻകാന ഐനീയത്തൻ തുതിർക്ക ബേഹുദൽ ഹവാസി തടിയുള്ളെങ്കിൽ നജസ് മൂത്രമാ കാഷ്ട ഇതുപോലത്തത് അത് കണ്ണുക്ക് കാണ്ട് ഇല്ല തൊട്ടെങ്കിൽ ഗൊന്തോട് ഇല്ലെങ്കിൽ മണമുണ്ടോ ഇതുണ്ടായെങ്കിൽ ഫലായ തുഹുറു ഇല്ല ബി ഇസാലത്തെ ഐനിഹ വസിഫാത്തിഹ അതിരെ വിശേഷണവും അതിരെയും തടി പോണ്ടിടത്തോല് കളിക്കേണ്ടെങ്കിൽ മാത്രം ശുദ്ധി അവിടെ. ഇപ്പൊ മൂത്രം ഉണ്ടെങ്കിൽ ആ മൂത്രത്തെ ഫസ്റ്റ് പുളിഞ്ഞിട്ട് എടുക്കണം, എന്നിട്ട് വേറെ തണ്ണിൽ അതിൽ കലക്കണം ആ ജാഗ്. അതേപോലെ ഇപ്പൊ കാഷ്ട കിടവിടെ തൂരിയതുണ്ടായെങ്കിൽ അവിടെ തടി എടുക്കണം, എന്നിട്ട് അവിടെ ശുദ്ധീകരണം ആക്കണം, പിന്നെ വേറെ തണ്ണി വീത്തിട്ട് ഒന്നും കൂടി അവിടെ ശുദ്ധിയാക്കണം. എന്നുണ്ടെങ്കിൽ മാത്രം ശുദ്ധി അവിടെ അതിൽ പിന്നെ കൽകിയാൽ പിന്നെ അതിന് മണമാ ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് രുചി എന്തും ഇക്കണ കുതിര അതിന്റെ വിശേഷണവും അവിടെ ഇക്കാണ്ടിക്കണം ഇക്കണ കുത്തിരാം. വഇൻ തവഖഫത അലാ നഹ്വി സാബൂനിൻ ഇനി ചിലപ്പോൾ അത് പോണ്ടേ ഈ നജസ് എതിരെങ്കിൽ കളറ ഇല്ലെങ്കിൽ മണ പോണ്ടേ പിന്നെ സാബൂന് പോലോത്തത് കൊണ്ട് ഇട്ടുണ്ടെങ്കിൽ മാത്രമേ പോണ്ടുണ്ടായെങ്കിൽ ഇല്ല സാബൂനില്ലുണ്ടെങ്കിൽ ചിലപ്പോൾ പിന്നെ ക്ലോറക്സ് ഇതുപോലത്തെ ഇട്ടുണ്ടെങ്കിൽ മാത്രം അത് കളർ പോണ്ടുണ്ടായെങ്കിൽ വജബ അത് യൂസ് ആക്കണമെങ്കിൽ നിർബന്ധമായിട്ടിരിക്കും. ഇപ്പൊ തന്നി ബീത്തി ഉണ്ടെങ്കിൽ ഇത് ശുദ്ധിയാവില്ല, തന്നെ കുറേ ബീത്തി നോക്കിയിട്ട് കലക്കി നോക്കിയിട്ട് ശുദ്ധിയാവില്ല. സാബൂണിട്ട് നോക്കണം, സാബൂണിലും പോണ്ടിലുണ്ടെങ്കിൽ ക്ലോറക്സ് ഇതുപോലത്തെ ഉപയോഗിച്ച് നോക്കണം, അതിൽ പോണ്ടുണ്ടായെങ്കിൽ അതും ഉപയോഗിക്കണമെങ്കിൽ നിർബന്ധമായിട്ടിരിക്കും. ഇനി എത്ര ഏത് യൂസ് ആക്കിയിട്ടും ഇനി അതിരെ പിന്നെ കളർ പോണ്ടില്ല, കളർ അവിടെ ബാക്കിയുണ്ട്. വലയൊരു പ്രശ്നമില്ല ബക്കാവു ലൗനിൻ ഇപ്പൊ അതിൽ കളർ ബാക്കിയുണ്ട് ഔ അല്ലെങ്കിലെങ്കിൽ റിയഹൻ അതിൽ മണങ്ങനെ ബാക്കിയുണ്ട്. എപ്പ അസ്റസ്വാലുഹു അതിന് നീക്കം ചെയ്യണമെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് എത്ര കലക്കിയിട്ട് ക്ലോറക്സ് സാബുന ഷാമ്പു ഏതും ഇട്ടിട്ട് അത് ശുദ്ധിയായിട്ടില്ല, അതിൽ കളർ പോണ്ടേ ഇല്ല, ഇല്ല അതിൽ മണം പോണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ അത് വിഷയമല്ല, അത് പ്രശ്നമില്ല. ഫൈൻ ബക്കയ മാൻ ഇനി ഇത് രണ്ടും ബാക്കിയെന്നെങ്ക മണമുണ്ട് കളറും ഉണ്ട്. എത്ര ക്ലോറക്സ് അതിൽ അപ്പുറത്തിട്ടുണ്ടെങ്കിലും മണവും പോണ്ടില്ല അതിൽ കളറും പോണ്ടില്ല. അല്ലെണ്ടെങ്കിൽ ബക്കിയ തഴുമോ അതിന് പിന്നെ ആ രുചി അതിന് ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ ഫലയത്തൂറ് അത് ശുദ്ധിയാവില്ല. രണ്ടും ഒട്ടികൊണ്ട് മണമുണ്ട് അതേപോലെ കളറും ഉണ്ട്, രണ്ടും ഒട്ടിക്ക് ബാക്കിയായിരിക്കും എന്നുണ്ടെങ്കിൽ അത് ശുദ്ധിയാവില്ല. അതേപോലെ രുചി മാത്രമല്ലേ അതും ശുദ്ധിയാവില്ല. ഇനി കാലി കളർ മാത്രമല്ലേ അത് എത്ര ഇതായി പിന്നെ സാബുനിട്ടിന് പോകലുണ്ടെങ്കിൽ പ്രശ്നമില്ല, യൂസ് ആക്കാം. അതല്ലാണ്ടെങ്കിൽ കാലി മണ മാത്രമല്ലേ കളറിൽ പോയിട്ട് മണ മാത്രമല്ലേ എന്നുണ്ടെങ്കിലും അതും വിഷയമല്ല. ഇനി ഇൻഷാല്ലാ ചില റൂപ ഇനിയും ബാക്കിയുണ്ട് നജീസ് ശുദ്ധീകരണമാക്കരുത്. ഇൻഷാല്ലാ നെക്സ്റ്റ് ക്ലാസ്സിൽ വിശദീകരിക്കാം. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.